കണ്ണൂർ കടന്നപ്പള്ളിയിൽ കോൺഗ്രസ് ഓഫീസിന്റെ ജനൽ തകർന്നു. കൊടിമരവും തകർന്ന നിലയിലാണ്. CPM ആക്രമണമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, കടന്നപ്പള്ളിയിലെ കോൺഗ്രസ് ഓഫീസിന്റെ ജനൽ തകർത്ത നിലയിൽ എപ്പോഴാണ് കണ്ടെത്തിയത്? എന്താണിപ്പോൾ പ്രവർത്തകർ പറയുന്നത്? സ്മൃതി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് കടന്നപ്പള്ളിയിലുള്ള കോൺഗ്രസ് ഓഫീസിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ഓഫീസിൻ്റെ ജനൽ ചില്ലുകളും കൊടിമരവും ഒക്കെ തകർത്ത നിലയിലാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. കടന്നപ്പള്ളി പുത്തൂർക്കുന്ന് ഇന്ദിരാഭവന് നേരെയാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ പല മേഖലയിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പല പാർട്ടി ഓഫീസുകൾക്ക് നേരെയും അത് കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്നിട്ടുള്ള ഒരു സംഘർഷങ്ങളുടെ തുടർച്ച എന്ന രീതിയിലാണ് പലയിടത്തും അരങ്ങേറിയത്. അവിടെയുള്ള ഒരു കൊലവിളിയിൽ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ള SFIയും DYFIയും കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും കൊടിമരവും തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം നമുക്ക് ഈ സംഘർഷവും കാണാൻ, അല്ലെങ്കിൽ ഈ ഒരു അക്രമവും കാണാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത് കൃത്യമായും അത് CPM നേതാക്കൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടന്നപ്പള്ളിയിലും അക്രമം നടന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംഘർഷം പൂർണ്ണമായും കണ്ണൂരിൽ ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ ഇത്തിരി അയവ് ഇന്നിപ്പോൾ പലയിടങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോഴും അത് പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇതിങ്ങനെ ഒരു തീപ്പൊരിയായി പുകയുന്നത് അത് ഒരു നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൻ്റെ ലക്ഷണമല്ല. സ്വാഭാവികമായും പൂർണ്ണമായും തന്നെ ഇത്തരം അക്രമ സംഭവങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തിരേണ്ടതാണ്. പോലീസും ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ പരാതി ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ച പരാതികളിലെല്ലാം തന്നെ ഉടനടി കേസെടുക്കുകയും കൃത്യമായ രീതിയിൽ അതിൽ എത്ര പേരെ പ്രതി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഭാഗമായി എത്ര പേരെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ ഭാഗമായി ശക്തമായ നടപടി പോലീസും സ്വീകരിക്കുന്നുണ്ട്. പല സംഘർഷ സാധ്യതാ മേഖലകളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മലപ്പട്ടത്തുൾപ്പെടെ അടുവാപ്പുറത്ത് ഈ ഗാന്ധി സ്തൂപം തകർത്തു എന്ന് പറയുന്ന ആ സ്ഥലത്തുൾപ്പെടെ ശക്തമായിട്ടുള്ള സുരക്ഷയാണ് പോലീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ പട്രോളിംഗ് ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനവും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും കണ്ണൂർ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിന് പൂർണ്ണമായും ഒരു വിരാമമാവുന്നില്ല. സംഘർഷം പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അക്രമ സംഭവങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നായി ഉയർന്നു കേൾക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കടന്നപ്പള്ളിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെയുണ്ടായിട്ടുള്ള അക്രമത്തിലൂടെയും വ്യക്തമാവുന്നത്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.